ബി.ജെ.പി. അംഗത്വം ഉപേക്ഷിച്ച നടനും കേരള വികസന പാർട്ടി സ്ഥാപകനുമായ ദേവൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെற்றிക്കഴകത്തിൽ ചേരാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ സിനിമാ വൃത്തങ്ങളിൽ ഒരുപോലെ വലിയ ചർച്ചയായിരുന്നു. നടൻ സുരേഷ് ഗോപി നടത്തിയ അനുരഞ്ജന നീക്കങ്ങളെ പോലും മറികടന്ന് ബി.ജെ.പി. വിട്ട ദേവൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. തൊട്ടു പിന്നാലെയാണ് തമിഴക രാഷ്ട്രീയത്തിൽ തരംഗമായി മാറിയ സൂപ്പർ താരം വിജയുടെ പാർട്ടിയിലേക്ക് ദേവൻ ചുവടുവെക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബി.ജെ.പി. വിട്ട നടൻ ദേവൻ തമിഴക വെற்றிക്കഴകം സംസ്ഥാന അധ്യക്ഷനായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ദേവനും ടി.വി.കെ നേതാക്കളും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. സെപ്റ്റംബർ 10-ന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ കാണാൻ ദേവൻ ചെന്നൈയിലെത്തും. അവിടെ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനവും ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാവുക. സെപ്റ്റംബർ 8 വരെ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാലാണ് കൂടിക്കാഴ്ച നീളാൻ കാരണമെന്ന് ദേവൻ പറഞ്ഞു. 6 സിനിമകളിൽ നായകനും വില്ലനുമായി അഭിനയിച്ച തങ്ങൾ തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദേവന്റെ ചാലക്കുടിയിലെ വീട്ടിൽ ടി.വി.കെ തമിഴ്നാട് ഘടകത്തിൽ നിന്നുള്ള 2 നേതാക്കൾ അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. നടി പ്രിയങ്കയ്ക്കൊപ്പമാണ് ഇരുവരും എത്തിയത്. കൂടിക്കാഴ്ച 3 മണിക്കൂറുകളോളം നീണ്ടു. ഇതിനുശേഷം ചെന്നൈയിലെ ചില ഉന്നത നേതാക്കൾ ഗൂഗിൾ മീറ്റ് വഴിയും ദേവനുമായി സംസാരിച്ചു. കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാമെന്നാണ് വാഗ്ദാനം. വിജയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്ന് ദേവൻ അറിയിക്കുകയായിരുന്നു. കേരളത്തിലെ സഖ്യസാധ്യതയടക്കം ചർച്ചയായി. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കാൻ ടി.വി.കെ പദ്ധതിയിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ചിലരുമായി ടി.വി.കെ 1 മാസമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ദേവൻ ബി.ജെ.പി. വിട്ടത്. ഇതോടെ ടി.വി.കെ നേതാക്കൾ ദേവനെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് നടി പ്രിയങ്കയെ ബന്ധപ്പെട്ട് ദേവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുകയായിരുന്നു. 3 മാസം മുന്നേ ടി.വി.കെയിൽ ചേരാനുള്ള താല്പര്യം അറിയിച്ച് പ്രിയങ്ക പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരുന്നു. ദേവൻ ബി.ജെ.പിയിലുള്ള സമയത്തും അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റൊരു പാർട്ടിയിലായതിനാലാണ് ചർച്ച നടത്താത്തതെന്നുമാണ് ടി.വി.കെ വൃത്തങ്ങൾ പറയുന്നത്. ടി.വി.കെ പ്രവേശനം മുൻകൂട്ടി കണ്ടല്ല രാജി പ്രഖ്യാപിച്ചതെന്ന് ദേവനും പറയുന്നുണ്ട്.